വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മളെ പുതിയ വീഡിയോ എന്താണെന്ന് വിചാരിച്ചാൽ ഞാൻ കുറച്ച് ക്രോഷ്യ വർക്കുകളെല്ലാം കാണിച്ചു തരാമെന്നാണ്. ഇപ്പം ഒരു ക്രോഷ്യൻ്റെ സീസൺ അല്ലേ, അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഞാൻ ചെയ്തിട്ടുള്ള കുറച്ച് വർക്കുകൾ കാണിച്ചു തരാണ്. എന്നുവെച്ചാൽ എനിക്ക് ഭയങ്കര പ്രൊഫഷണൽ ആയിട്ടൊന്നും ചെയ്യാൻ അറിയില്ല. എൻ്റെതായ കുറച്ച് സ്റ്റിച്ചുകൾ മാത്രമാണ് ഞാൻ സ്കൂൾ പഠിക്കുന്ന സമയത്തിലും പഠിച്ച കുറച്ച് സാധനങ്ങളാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഒന്ന് കാണിച്ചു തരാന്ന്. ഇപ്പൊ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഇപ്പോഴത്തെ ഒരു മറ്റേ ട്രെൻഡ് അനുസരിച്ച് പഠിച്ചതല്ല, പക്ഷെ എന്നാലും എനിക്ക് അത്ര ഡീറ്റെയിൽ ആയിട്ട് അറിയുകയും ചെയ്യൂല. കുറച്ച് തുന്നുന്നറിയാം, അത് വെച്ചിട്ട് ഞാൻ ഓരോന്നിൽ ഉണ്ടാക്കലുണ്ട്. പിന്നെ മുന്നേ കുറച്ച് ബാഗ്, പിന്നെ കൂടുതൽ ഞാൻ ഡ്രസ്സെല്ലാം ഉണ്ടാക്കിയിട്ടുള്ളത്. എൻ്റെ മാമൻ്റെ മോക്കായാലും ചാരുന്ന് ചെയ്തിട്ടുണ്ട്. ചാരു വരുന്നതിന് മുന്നേ എൻ്റെ മാമൻ്റെ മോള് എന്ന് പറയുമ്പോൾ മാമൻ്റെ മോള്, ചേച്ചീൻ്റെ മോള്, മാപ്പിള്ളേർക്കെല്ലാം ഇപ്പോൾ ഒരു 14 വയസ്സിലായ മക്കളെല്ലാം. അപ്പം അത്രയും വർഷം മുന്നേ ഞാനൊരു 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും പഠിക്കുന്ന സമയത്തെല്ലാം ചെയ്ത് തുടങ്ങിയതാണ്. പെർഫെക്ഷൻ അന്നുമില്ല ഇന്നുമില്ല കേസ്, പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് ചെയ്യുക. ഇപ്പം കുറച്ചും കൂടി എന്താ പറയുക ചെയ്ത് നോക്കാൻ വേണ്ടി പിന്നെ വീഡിയോസ് എല്ലാം ഇപ്പോൾ കിട്ടുന്നതുകൊണ്ട് ഇങ്ങനെ ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ ചെയ്തിട്ടുള്ള കുറച്ച് സാധനങ്ങൾ ഞാൻ കാണിച്ചു തരാവേ. അപ്പം നമുക്ക് ഞാൻ കൂടുതലും ഡ്രസ്സാണ് ചെയ്തിട്ടുള്ളത്. എന്റെ ഡ്രസ്സാണ്. ഇപ്പൊ ചാരുവിന് 7 വയസ്സ്, ഇതൊരു 6 വർഷം പഴക്കമുള്ളതാണ്. ഇതൊരു 3-4 ഡ്രസ്സ് ഉണ്ട്. പിന്നെ അയാൾ കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ പോയേരം എടുത്തോണ്ട് വന്നതാണ് ഇതെല്ലാം. അതിനോട് വേറൊരു പാറ്റേൺ ഇങ്ങനെ കൈമാറ്റി കുറേ വട്ടം ഇട്ടിട്ടിട്ടിട്ടിട്ടിട്ട് ഇങ്ങനെ അലക്കി ഇട്ടിട്ടിട്ട് ഇങ്ങനെ വലിഞ്ഞു പോയി. കണ്ട അടുത്ത നല്ല ബ്ലാക്ക് ആൻഡ് പിങ്ക് ഇല്ല കണ്ട. ഇതും ചാരുവിന്റെ തന്നെ വർക്കാണ്. അന്നല്ല ഞാൻ കൂടുതലും ഈ ഒരു സംഭവം ചെയ്യലുള്ള കൈ ഇങ്ങനെ വെച്ചിട്ടുള്ളത്. അപ്പൊ ഒരു വെറ്റിക്കോട്ട് പോലെ തന്നെ ഇതെല്ലാം ഇത് കണ്ട. ഇതിന്റെ ഒരു പാവാടയും കുപ്പായും ചെയ്ത പാവാട കാണുന്നില്ല. ഇത് എപ്പോ ചെയ്തതാന്നറിയാവാ, ഞാൻ പണ്ട് സ്കൂൾ പഠിക്കുന്ന സമയത്ത് ചെയ്ത് പഠിച്ചതാണ്. അതാണ് ഇങ്ങനെ ബാലൻസ് വരുന്ന കുറേ നൂലുണ്ടാവില്ലേ, അതെല്ലാം എടുത്തിട്ട് ഇങ്ങനെ ട്രൈ ചെയ്തൊരു സാധനമാണ്. അപ്പൊ ഇതിനോട് ഒരു പാവാട ഉണ്ടാക്കി. ഇങ്ങനെ ഓരോരോ വേസ്റ്റ് ഇങ്ങനെ വരുന്ന നൂലുകൾ എടുത്ത് ചെയ്താ ഇങ്ങനെ തക്കുടുന്നെല്ലാം ഡ്രസ്സ് ഉണ്ടാക്കുമ്പോ അതിന്റെ ബാലൻസ് വരുന്ന കുറെ നൂലുണ്ടാവും. അപ്പൊ ഈ ഡ്രസ്സ് ഇതും ഇതിന്റെ ഒരു പാവാടയും കൂടി ഞാൻ ചെയ്തുതരാം. അന്നോട് എന്നെ അമ്മ പറഞ്ഞ് കൊണ്ടാച്ചെങ്കിൽ എനിക്ക് പെൺകുട്ടി ഉണ്ടാകുമ്പോൾ ഇടിയിക്കല്ലോ. ജസ്റ്റ് ഞാൻ എനിക്കൊരു കുഞ്ഞിനുണ്ടായിരുന്നു, ഞാൻ ഒളടിപ്പിച്ചിട്ട് കേട്ടാ. ഇനി ഒരു പാവാട ഉണ്ട്, ഈ പെണ്ണിട്ട് അടക്കലുണ്ട്, റെഡി ആയിക്കും. കല്ലൂന് പോകണം. ആ പാവാട ഞാൻ കുറച്ചും കൂടി ഇങ്ങനെ തുന്നി വലുതാക്കിട്ട്. പിന്നെ ഇത് ചാരുവിനെ ഞാൻ പ്രഗ്നന്റ് ആയ സമയത്ത് ഇങ്ങനെ വയറുമലി അളവ് വെച്ചോക്കി ഉണ്ടാക്കിയിട്ട് ഇറക്കിയാണ്. എന്തെന്ന് വേണ്ട, ഇത് ഈ പ്രാവശ്യം കല്ലൂന് ഉണ്ടാക്കിയ ഉടുപ്പാ. അതുപോലെ തന്നെ ഒരു ഫ്ലവറും ഉണ്ടാക്കി. നല്ല ഇതെല്ലാം കല്ലൂസിന്റെ ഉടുപ്പുകളാണ്. ഇത് പുതിയ ഉടുപ്പ്, നല്ല ഫ്ലെയറി ആയിട്ടുള്ളത്. കുറച്ചും കൂടി ഒരു മിനിറ്റ്, കുറച്ചും കൂടി ഇതായി എന്താ പറയാ, കുറച്ചും കൂടി പഠിച്ചു. അതിനെക്കാട്ടും ബെറ്റർ ആയിട്ടുണ്ട്, കുറച്ചുകൂടി നല്ലതായിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ ഹൂക്കെല്ലാം വെച്ചിട്ടുണ്ട്. ഇതെന്റെ അമ്മ ടീഷർട്ട് ഉണ്ടാക്കി, ഇത് കല്ലൂനൊരു ക്രോപ്പ് ടോപ്പ് പോലെ ഉണ്ടാക്കിയതാണ്. ഉടുപ്പ് തന്നെ, പക്ഷെ അത്ര ലെങ്ത് ഇല്ലാണ്ട് ജീൻസിന്റെ കൂടി മാത്രം ഇടാൻ വേണ്ടിട്ട്. ജീൻസും ഉണ്ടാക്കണായിരുന്നു, പെയിന്റ് ഉണ്ടാക്കണായിരുന്നു. അടുത്ത കല്ലൂന് തന്നെ ഉണ്ടാക്കിയ നല്ല സെന്റ്. ഇതും ഒരു ഉടുപ്പ് തന്നെ. ഇത് മറ്റേ വെറ്റിക്കോട്ട് പോലെ കൈ വെച്ചിട്ടുള്ള ആ ഒരു ഉടുപ്പ് ഉണ്ടാക്കി. പിന്നെ അമ്മ എനിക്ക് ഉണ്ടാക്കിയ ഒരു ജാക്കറ്റ്. ഇതൊരു ജാക്കറ്റ് ഇവക്ക് ഉണ്ടാക്കിയതാണ്. ഇട്ടാണ് ഒരു കുട്ടി ജാക്കറ്റ്. അതിന്റെ നൂല് തീർന്നവര് പിന്നെ ലെങ്ത് ആക്കാൻ പറ്റുന്നില്ല. ഇതൊരു കുട്ടി ജാക്കറ്റ്, ജസ്റ്റ് ഇങ്ങനെ ജീൻസിന്റെ ഇതിങ്ങനെ കുടുക്കിങ്ങനെ ഒരു ടോപ്പ്. പിന്നെന്ന് വിചാരിച്ചാൽ കുറേ ഡ്രസ്സ് ഇങ്ങനെ പിള്ളേർക്ക് ഉണ്ടാക്കി എനിക്കൊരാഗ്രഹം, എനിക്ക് സ്വന്തമായിട്ടൊരു ഡ്രസ്സ് ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. അങ്ങനെ എനിക്കൊരു ടോപ്പ് ഉണ്ടാക്കി. കുറച്ച് വലുതാ ഉണ്ടാക്കി വന്നപ്പം ഇത് കുറച്ച് വലുതായി. ഇതിങ്ങനെ വരും കണ്ട. ഇങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇയാളാണ്, ഭയങ്കര സോഫ്റ്റ് ആണ്. ഇത് ജീൻസിന്റെ കൂടെയും പിന്നെ സ്കേർട്ടിന്റെ കൂടെ എല്ലാം വേണ്ടി ടോപ്പ് ഉണ്ടാക്കിയതാണ്. എല്ലാം ഏകദേശം സെയിം പാറ്റേൺ തന്നെയാണ്. പിന്നെ ഞാനിത് കല്ലൂന് ഒരു ബോ ഉണ്ടാക്കി, ഇങ്ങനെ തലയിൽ വെക്കാൻ കല്ലിപ്പെണ്ണിന്. പിന്നെ ഇത് നമ്മളെ ഒരു
സ്ക്രഞ്ചി ആയിട്ട് ഇങ്ങനെ ചെയ്തു. ഇതിനകത്ത് 1-2 കൂടി ഉണ്ടായിരുന്നു. ഇതിങ്ങനെ ചെയ്തു. പിന്നെ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വർക്കാണ് ബാഗ്. ഇത് ഓൾമോസ്റ്റ് ഫിനിഷ് ആയിട്ടിട്ട് ഇതിനൊരു കൈയും കൂടി കൊടുത്താൽ നമുക്ക് ഇങ്ങനെ ബാക്ക് ആയിട്ട് യൂസ് ചെയ്യാം. ഇതിങ്ങനെ ഓപ്പൺ ആക്കിയിട്ട് ഇവിടെ ഇങ്ങനെ ഒരു കെട്ടുണ്ട് എന്നിങ്ങനെ തുറക്കുക. അങ്ങനെ ഒരു വർക്ക് കഴിഞ്ഞിട്ടില്ല, ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അതിന് നല്ല പണിയാണ്, എത്ര പെട്ടെന്നൊന്നും ആവുന്നില്ല. ഇനി ബേക്ക് ഇങ്ങനെ കൈ വെച്ചിട്ട് യൂസ് ചെയ്യണം. ഇതേപോലെ തന്നെ ഇൻസ്റ്റയിലൊക്കെ കാണാം മേറ്റൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. മാറ്റ് അമ്മ ഉണ്ടാക്കിയിട്ടില്ല, എന്നാ ഫ്രിഡ്ജിനിടുന്നത് വലുത് നാട്ടിൽ കൊണ്ടുപോയി കുറച്ചും കൂടി വലുത് പോപ്പ് വരെ പിന്നെ ഒരു സ്ലിംഗ് ബാഗ് ഉണ്ടാക്കിയതാണ്. കൊള്ളാമോ? ഇതിലും ഒരു പാറ്റേൺ പഠിക്കാൻ വേണ്ടിട്ട് ചെയ്തതാണ്. ഇതിപ്പോ ചെയ്തോണ്ടിരിക്കുന്ന ഒരു പാവക്കുട്ടിയും കൂടി ഇല്ലേ നാമികുരി? ആദ്യം ഉണ്ടാക്കിയിട്ട് ട്രൈ ചെയ്തത് ഗൈസ്, ഒരു പാവക്കുട്ടീനെ ഉണ്ടാക്കി നോക്കിയതാ. പക്ഷെ ഇതിന്റെ ഉള്ളിൽ മറ്റേ പഞ്ഞിക്കട്ട ഇല്ലാത്തതുകൊണ്ട് വെച്ചിട്ടില്ല. ആ പഞ്ഞി എന്താ പറയുക, ഫൈബർ വെച്ചാൽ ഇത് കുറച്ചും കൂടി ഇങ്ങനെ നിൽക്കും. പക്ഷെ എനിക്ക് ഉണ്ടാക്കിയിട്ട് ഷേപ്പ് റെഡിയാണ്. ലാസ്റ്റ് ഒരുവിധം ഒപ്പിച്ചിട്ട് ഇങ്ങനെ വെച്ചു. ഒരു മുയലിന്റെ ചെവി, കൈയും കാലും മറ്റേ ഇത് വാലെല്ലാം വെച്ചിട്ട് ഒരു മുയലിനെ ആക്കിയിട്ടുണ്ട്. ഓൾമോസ്റ്റ് സെറ്റ് ആണ്. ഇതിനകത്ത് ഒരു പാവക്കുട്ടിയും കൂടി ഉണ്ടാക്കിയേനു അമ്മ. ഇനി അമ്മ എനിക്ക് വേണ്ടി ഒരു കുഞ്ഞു ബാഗ് ഉണ്ടാക്കിയ. ഇതിനകത്ത് ഒരു ബാഗ് വേറെ ഉണ്ട്, 2 ബാഗ് വേറെ ഉണ്ട്. അമ്മ ഒന്ന് ഇങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലേ ഒരു റൗണ്ട് ബാഗ് ഉണ്ട് ഇങ്ങനെ തന്നെ. നമ്മള് മറ്റേ സാറിനെ ആക്കി കാണിച്ചു. അമ്മ നമ്മള് മറ്റേ ഇങ്ങനെ ഒരു കുഞ്ഞു ബൊക്ക ഉണ്ടാക്കിയിട്ടില്ലേ പാത്രം. പിന്നെ ഹെയർ ബാൻഡ് ഇങ്ങനെ ഇരിക്കും. മറ്റേ ഹെയർ ബാൻഡ് എടുത്താണ് ഇതൊരു ഹെയർ ബാൻഡ് ഒരേ പാറ്റേണില് ഇതൊരെണ്ണം. എനിക്ക് ഇതിന്റെ അകത്തുനിന്ന് കൂടുതൽ ഇഷ്ടപ്പെട്ട ഈ ഒരു ഇലയാണ്. ഇതെന്താ? 3 ഹെയർ ബാൻഡ്. ഒന്ന് കല്ലിന് കൊടുക്ക്, നല്ല ഒച്ചപ്പാടുണ്ട്. ഇത് ഒരു ബൊക്ക ഇങ്ങനെ സാധനങ്ങളൊക്കെ വെക്കാൻ. ഇത് ഇങ്ങനെ ഒരു കൊട്ട ഉണ്ടാക്കി, ഒരു കൊട്ട പോലെ ഉണ്ടാക്കി. അതിങ്ങനെ കമ്മലിലിടാൻ പിന്നെ ബ്രേസ്ലെറ്റ് ഒക്കെ ഇടാത്ത. ഇനി എന്താ ഉണ്ടാക്കിയ? പിന്നെ കമ്മല്. ഇത് ഇയറിംഗ്സ് ആണ് ബ്രോസ്. സംഭവം ഇത് നമ്മളെ റൗണ്ട് ഇയർ ഇട്ടാണ്. കുറച്ച് വലിയ കമ്മലാണ്, എന്നാലും നമുക്ക് ഇട്ട് നോക്കാം. കോമഡി ആയിരിക്കും. മറ്റേ ഇവലോട്ടുണ്ടാവും, ഇൻഡോനേഷ്യ മറ്റേ സംഭവത്തിൻ്റെതാ. കണ്ട ഇത്ര വലിയ അമ്മ ഇടയില്ല, ഡാൻസിനെല്ലാം ഇടാൻ പറ്റിയതാ. പിന്നെ ഒന്ന് ട്രൈ ചെയ്തു എന്ന് മാത്രം ഒരു ആഗ്രഹം. ഇനി ഗൈസ് എന്റെ അമ്മ ഇതുപോലത്തെ ഉണ്ടാക്കി തരും. ബാക്കിൽ ഇങ്ങനെയല്ലേ അതുപോലത്തെ ഉണ്ടാക്കി തരണം. ഇതുപോലത്തെ ഉണ്ടാക്കി തരണം. അപ്പൊ ഗൈസ്, ഇതിലാണ് എന്റെ ക്രോഷ്യ വർക്കുകൾ. ഇനിയും ഉണ്ടാക്കും, അതിന്റെ വീഡിയോ ഇടും ഗൈസ്. ഒരു ലോഡ് ചെയ്തിട്ടുണ്ട്, ഒരു ലോഡ്. ഇതെല്ലാം എന്റെ കയ്യിലുള്ള സാധനങ്ങളാണ്. ഇത് റെഡ് ആയിട്ട് തോന്നുന്നുണ്ട്, ഇത് പിങ്ക് ആണ് ഗൈസ്. അപ്പം ഇപ്പത്തെ ഒരു എന്താ പറയാ, ട്രെൻഡിങ് ക്രോഷ്യ വർക്കിനൊപ്പം നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതാണ്. പിന്നെ ഇപ്പൊ സോഷ്യൽ മീഡിയ വഴി ഇങ്ങനെ പഠിക്കാൻ കുറെ ഉള്ളത് കൊണ്ട് ഒരുപാട് പുതിയ പാറ്റേൺ എല്ലാം വരുന്നുണ്ട്. പക്ഷെ എനിക്ക് ചെയ്തു നോക്കാനുള്ള സമയം കിട്ടുന്നില്ല, എല്ലാം പരീക്ഷിക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് അമിഗുർമി ടോയ്സ് എല്ലാം ഉണ്ടാക്കുന്നുണ്ട്, പക്ഷെ അതൊന്നും നടക്കുന്നില്ല. അതിനെല്ലാം കുറേ ഫൈബർ സാധനങ്ങളെല്ലാം വേണം. അപ്പോൾ എനിക്കും പഠിക്കാനുണ്ട്, എനിക്ക് പഠിക്കണമെന്നുണ്ട്. പക്ഷെ ഞാനിങ്ങനെ സ്റ്റിച്ച് മാത്രം പഠിച്ചിട്ടുണ്ട്. ഇങ്ങനെ ബാങ്കിലൊക്കെ ഉണ്ടാക്കില്ല, ഇങ്ങനെ അത് മാത്രം. അപ്പോ ഇതെല്ലാം ഇന്നത്തെ വിശേഷങ്ങൾ. നമുക്ക് പുതിയ വീഡിയോ വീണ്ടും കാണാം.